കർഷക മോർച്ച ഇടുക്കി സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൈവ കർഷക സെമിനാർ സംഘടിപ്പിച്ചു. തോപ്രാംകുടി ആപ്കോസ് ഹാളിൽ നടന്ന പരിപാടി കർഷക മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജി രാഘവൻ ഉദ്ഘാടനം ചെയ്തു. വിശ്വാസം, വികസനം, ജനക്ഷേമം എന്നിവയിലൂന്നിയ നരേന്ദ്രമോദി സർക്കാരിന്റെ 12ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് BJP കർഷക മോർച്ച ഇടുക്കി സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തോപ്രാംകുടിയിൽ ജൈവ കർഷക സെമിനാർ സംഘടിപ്പിച്ചത്. ആപ്കോസ് ഹാളിൽ വെച്ച് നടത്തിയ സെമിനാർ കർഷക മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജി രാഘവൻ ഉദ്ഘാടനം ചെയ്തു. 40% ഫണ്ട് ചെലവഴിക്കാൻ, അതായത് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന ഫണ്ടിന്റെ 40% മാത്രമേ കാർഷിക ആവശ്യത്തിനുള്ള കർഷകരുടെ പദ്ധതിക്കായിട്ട് മാറ്റി വെച്ചിട്ടുള്ളൂ. 60-65% ചെലവഴിക്കുന്നത് സ്പൈസസ് ബോർഡ് എന്ന് പറയുന്ന സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാനുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റാണ്. ഇത് ഭാഗം. കർഷക മോർച്ച ഇടുക്കി ജില്ലാ പ്രസിഡന്റ് MN മോഹൻദാസ് അധ്യക്ഷനായിരുന്നു. BJP ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. കർഷക മോർച്ച സംസ്ഥാന സെക്രട്ടറി ജയപ്രകാശ് കർഷക സന്ദേശം നൽകി. യോഗത്തിൽ മികച്ച കർഷകരെയും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. തുടർന്ന് മയിലാടുംപാറ ഭാരതീയ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ സയന്റിസ്റ്റ് മനോജ് ഉമ്മൻ ഏലത്തിന്റെ വിവിധ ഇനങ്ങളെക്കുറിച്ചും അതിൻ്റെ കൃഷി രീതികളെക്കുറിച്ചും, ഡോക്ടർ അജയ് വളം പ്രയോഗവും അതിൻ്റെ രീതികളെക്കുറിച്ചും, ശാന്തൻപാറ KVKയിലെ ഡോക്ടർ സുധാകർ ശാസ്ത്രീയ കൃഷി രീതിയും വളപ്രയോഗവും എന്നതിനെക്കുറിച്ചും ക്ലാസ് നയിച്ചു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല, കർഷക മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ OA ഗോപി, OC ടോമി, വൈസ് പ്രസിഡന്റ് KP രാധാകൃഷ്ണൻ, മണ്ഡലം പ്രസിഡന്റുമാരായ ഷിനു കാരമുള്ളിൽ, സുരേഷ് ബാബു, KP പ്രസാദ്, ലീന രാജു, ജില്ലാ കമ്മിറ്റി അംഗം രഘുനാഥ് കണ്ണാറ തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയിൽ നിരവധി കർഷകരും പ്രവർത്തകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.